രക്തശുദ്ധിക്കാരന്റെ AI കള്ളവടി. കോട്ടയം ജില്ലയുടെ ചില പ്രാന്തപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്നതും എന്നാൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉപജീവനത്തിനായി കുടിയേറിപ്പാർത്തവരുമായ ശുദ്ധ രക്തവാദികളുടെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ചൂടൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര ശുദ്ധ രക്തവാദിയും വിധവകളുടെ അപ്പസ്തോലനും എന്നറിയപ്പെടുന്ന പിറവം സ്വദേശിയും കോട്ടയം എറണാകുളം റൂട്ടിനിടയിൽ തോട്ടറ സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പള്ളിയിലെ മുടിഞ്ഞ വികാരമുള്ള വികാരിയുമായ ചക്കാലക്കൽ ജോസ് തോമസ് പാതിരിയെക്കുറിച്ചാണ് ചർച്ചകൾ പൊടിപൊടിക്കുന്നത്. ചെല്ലുന്ന ഇടവകളിലെല്ലാം അസ്വസ്ഥകളായ വിധവന്മാരുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തിരുന്ന ഈ പാതിരി ഇവരെ ഒറ്റയ്ക്കും കൂട്ടമായും ഉല്ലാസയാത്രകൾക്ക് കൊണ്ടുപോകുന്നത് ശീലമാക്കുകയും അത് വിവാദമാകുകയും ഇടവകളിൽ നിന്ന് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 64 വയസ്സിനിടയ്ക്ക് പിടിക്കപ്പെടാതെ കൈയടക്കത്തോടെ കൂതാശകൾ നടത്തി മുന്നേറവേ കഴിഞ്ഞിടയിൽ പാതിരിക്ക് ചെറിയൊരു കൈപ്പിഴ പറ്റി. ഇടവകയിലെ വിധവയായ ഒരു കുഞ്ഞാടുമായുള്ള ചൂടൻ സംഭാഷണം ലീക്കായി. കിട്ടിയ ഓഡിയോ ക്ലിപ്പിംഗ് ശുദ്ധരക്തക്കാർ തന്നെ അങ്ങ് വൈറലാക്കി. ഇത് ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ കയ്യിൽ സമുദായ സ്നേഹികൾ കൃത്യമായി എത്തിച്ചിരുന്നുവെങ്കിലും വിശദമായ അന്വേഷണം നടത്തി ഇത് പാതിരിയുടെ സെമണ്ട് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായി ഉള്ളതുകൊണ്ടാണ് 2 ദിവസം വാർത്ത താമസിച്ചത്, സ്വല്പം വളിച്ചത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് പാതിരിയുടെ സ്വനപേടകത്തിൽ നിന്നും തന്നെ നിർഗളിച്ചതാണ് എന്ന് കണ്ടെത്തുവാൻ സാധിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഭാഷണം അടക്കം പുറത്തുവിടുന്നത്. രാജ്യ നിയമമനുസരിച്ച് പ്രായപൂർത്തിയായ പാതിരിക്കും ഏതൊരു സ്ത്രീക്കും പരസ്പര സമ്മതത്തോടെ തമ്മിൽ എന്തും സംസാരിക്കാം, എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, ശാരീരികമായി വേണമെങ്കിൽ ബന്ധത്തിൽ വരെ ഏർപ്പെടാം, ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് ദ ലാൻഡ് എന്നതിലുപരി ഒരു കാനൂൻ ലോ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് മുണ്ണക്കുഞ്ഞാടുകളെ വലിപ്പിക്കുവാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. ഒരു വേട്ടാവളിയൻ 5 മീറ്റർ തുണി മേടിച്ചടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ആടുകളെ മേയിക്കുന്ന ഇടയനാണ് എന്നൊക്കെയാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് അവരുടെ ഒരു സങ്കല്പവും. അതുപോലെ വേദപുസ്തക പ്രകാരം വ്യഭിചാരം പാപമാണെന്നും പഠിപ്പിക്കുന്നു. കിട്ടുന്നവൻ മേടിച്ച് ശാപ്പിട്ടുകൊള്ളുവിൻ എന്ന് വചനം എവിടെയും പറയുന്നില്ല. ഒരു പുരോഹിതൻ വ്യഭിചാരം ചെയ്താൽ അയാളുടെ പൊട്ടത്വം സ്വയം ഉരിയപ്പെടും എന്നും സഭ പറയുന്നു. നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞതുപോലെ ഇവന്മാർ ഓടി നടന്ന് കൂതാശിക്കുകയാണ്. പൊട്ടത്വം മാത്രം ഉരിഞ്ഞു പോകുന്നുമില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ ഒരൊറ്റ പാതിരിയെയും നമുക്ക് ഒരൊറ്റ സഭകളിലും കണി കാണാൻ പോലും കിട്ടില്ലായിരുന്നു. 64 വയസ്സുകാരനായ ഒരു പാതിരിയാണ് ഇയാൾ. ഇയാളെയൊക്കെ വിശ്വാസികൾ വീട്ടിൽ വിളിച്ച് എങ്ങനെ കയറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത്തരക്കാർക്കെതിരെ സഭ യാതൊരു നടപടികളും എടുക്കാറില്ല. പിടിക്കപ്പെടുമ്പോൾ നേരെ കാനഡയിലേക്കോ UK നാട് കടത്തും. അവിടെ വീണ്ടും പെണ്ണ് പിടിക്കുമ്പോൾ തിരികെ നാട്ടിലേക്ക് തിരിച്ചു കടത്തി ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറാക്കും. അവിടെയും ഈ പണി തുടരും. ശരീരം പുഴു തിന്നു തീരുന്നത് വരെ ഈ പണി തുടരും. ഇവന്മാർ ഒരിക്കലും പിടിക്കപ്പെടുകയുമില്ല, ശിക്ഷിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് ഇവന്മാരെ വിശ്വാസികൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഇത്തരക്കാരെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. വിശ്വാസമല്ല, ജാഗ്രതയാണ് വേണ്ടത് എന്ന് ചുരുക്കം. ദയവായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം നമുക്ക് പാതിരിയുടെ പുറത്തു വന്ന ആ ചൂടൻ വോയിസ് ഒന്ന് കേൾക്കാം. ഇവനാണ് അപ്പം വാഴ്ത്തി ഞായറാഴ്ചകളിൽ വിശ്വാസികളുടെ അണ്ണാക്കിൽ വെച്ച് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇല്ല, ഞാനിങ്ങനെ നടന്നാ മറ്റേ പുള്ളി കണ്ടുമില്ല കേട്ടോ. പുള്ളി ചിലപ്പോ എനിക്ക് വന്ന മറ്റേ ടേബിളിപ്പുറമന്റെ വീട്ടിൽ പോയതായിരിക്കും. അങ്ങ് നന്തപ്പടി കാണാൻ. അല്ല പിന്നെ മറ്റേ പുള്ളി എടുത്ത് കാണുമായിരിക്കും. പോയി കാണുമോ, തിരിച്ച് വീട്ടിലേക്ക് വന്ന് കാണുമായിരിക്കും. ഓ നേരത്തെ പോയി കാണുമായിരിക്കും. നല്ല സുഖമില്ലായിരുന്നു. എത്തിയോ? പതിയെ എത്തിയോ? ഞാനെത്തി കഥ അടച്ച് അങ്ങനെ ഇരിക്കുക. കയറ്റം കയറാൻ ബുദ്ധിമുട്ടായിരുന്നല്ലേ? ഇല്ലില്ല, കയറ്റം കയറാൻ കുഴപ്പമില്ല, ഇറക്കം ഇറങ്ങാൻ പറ്റുമല്ലോ. മറ്റേതാണെങ്കിൽ കേറാൻ ബുദ്ധിമുട്ടാ, ഇറങ്ങാൻ ഒന്നും നടന്നില്ലല്ലോ, എനിക്കല്ലേ നടന്നുള്ളൂ. നീ മടുത്തായിരുന്നോ? എനിക്ക് തോന്നുന്നു 2 ആയപ്പോഴത്തേക്കും മടുത്തതാണ്. അല്ലെ ഒരു 3-4 കഴിയാൻ ഞാൻ വിടൂല. 2 പ്രാവശ്യം
ചെയ്യാതിരുന്നിട്ടേ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മള് ചുമ്മാ ഇരിക്കുമല്ലേ. അതാ എന്തെങ്കിലും ഒരു ഷോക്കടിക്കണമല്ലേ. അതാ ഞാൻ പിന്നെ ദേഹത്ത് തൊട്ടിട്ട് പാപ്പത്തേലൊക്കെ ഊരിയിട്ടിട്ട് ചെയ്യണം. എന്നാലേ ഒരു സുഖം വരുള്ളൂ. ഉടപ്പൊ കൂരിയിട്ടിരിക്കുവാണോ? സത്തമ്മാന്റെ കൂലിയോ? ഇല്ലില്ല, വന്നല്ലേ ഉള്ളു. ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് ഊരിയാ മതിയല്ലോ. വേദന എടുക്കണ്ടോ? വേദന എടുക്കണുണ്ടോ? മാറിക്കോ. അതാ ബെൽറ്റും വാങ്ങാത്തതെല്ലാം നമ്മൾ പേടിച്ചിട്ട് ചെയ്യുമ്പോ ഒന്നും നടക്കുകയില്ല. നീയൊക്കെ മടുത്ത് വിഷമിച്ച് പോയില്ല. അതല്ല, കഴിക്കാൻ നല്ലൊരു എക്സസൈസാ. എക്സസൈസാ. പക്ഷെ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആകുമ്പോഴത്തേക്കും കട്ടിലെ കൊണ്ട് കിടത്തണം തോന്നും. പക്ഷെ നടക്കുകയല്ലേ. നമ്മക്കായി വരുമ്പോഴേ നിങ്ങളെയൊക്കെ പിടിച്ച് കട്ടിലെ കൊണ്ട് കിടത്താൻ തോന്നും. അതിട്ട് കാര്യമില്ലല്ലോ. നീ തിരക്കാ കഴിയട്ടെ കേട്ടോ. എന്നിട്ട് ഒരു സ്വിച്ചിക്ക് എന്നെ വിളിക്കണേ കേട്ടാ. പോയി ഒരുങ്ങി റെഡിയാക്കി ഞാൻ ചെറുക്കം പോയി കഴിഞ്ഞാൽ വിളിക്കുള്ളൂ. വെറുക്കാൻ നേരത്തെ വിളിച്ചാൽ മതി. ഓക്കെ ബൈ. ഈ വോയിസ് ലീക്കാകുകയും ലോകമെമ്പാടുമുള്ള സകല ജ്ഞാനായ കത്തോലിക്ക ഗ്രൂപ്പുകളിൽ വരികയും എല്ലാ ശുദ്ധരക്തക്കാർ ഇത് കേൾക്കുകയും സഭ ഈ വിവരം അറിയുകയും അദ്ദേഹത്തോട് ഇടവകയിൽ നിന്ന് മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞത് ഇത് AI സാങ്കേതിക വിദ്യയിൽ ആരോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നാണ്. ജെയിംസ് എന്ന സഭാംഗം പാതിരിയെ വിളിച്ചപ്പോൾ നൽകിയ ആ മറുപടി കേൾക്കുക. ശുദ്ധരക്തവാദികൾ ഈ വാണക്കേസുകൾക്ക് പോലും AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാൻ തുടങ്ങി എന്നതിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോസഫനല്ലേ? എന്തൊക്കെയുണ്ട് ജോസഫ വിശേഷങ്ങള്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഹലോ, അച്ഛനിപ്പോ തോട്ടറപ്പള്ളിയിലാണോ? ഇതാരാ വിളിക്കുന്നവരാ? ഞാൻ ഈ ചമതച്ചാലിതാ. പണ്ട് അച്ഛൻ ഇവിടെ ഇരുന്നില്ലേ ചമതച്ചാലില്? എന്റെ പേര് ജെയിംസ് എന്നാ. ഈ കേബിളൊക്കെ നടത്തുന്നേ. ജെയിംസ്. എന്താണപ്പോ അങ്ങനെ പോകുന്നു? എന്താണ് അച്ഛനെ കുറിച്ചുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്നോണ്ടിരിക്കുന്ന അച്ഛാ? നല്ല കാര്യല്ലേ? നല്ലതാണോ അത്? നമ്മള് ഫേമസ് ആകട്ടെ. അല്ലാതെ ഫേമസ് ആകാൻ പറ്റുന്നില്ല. ഇല്ല. വെരി ഗുഡ്. അപ്പൊ അച്ഛ ഇത് ശരിക്കും വല്ല വാസ്തവമുള്ള കാര്യമാണോ അച്ഛ? യാതൊരു വാസ്തവവും ഇല്ല. ഒന്നുമില്ല അല്ലേ? വാസ്തവം ഇല്ല. ഇത് ഇപ്പൊ ഈ AI എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും സൗണ്ട് അതൊക്കെ ഉണ്ടാക്കല്ലോ. അങ്ങനെ ആക്കുന്നു അല്ലേ? അതെച്ചാ നമുക്കിപ്പോ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുത്തനുണ്ടാക്കി കഴിഞ്ഞാൽ ഇവന് ഇതെല്ലാം എടുത്തിട്ടോട്ട് അലക്കിക്കൊണ്ടിരിക്കും. അച്ഛാ, അപ്പൊ നമ്മള് ഇത് കേസ് കൊടുക്കത്തില്ലേ? ഇതാ പിന്നെ അവര് അങ്ങനെ ചെയ്യുന്നവരുടെ പേരില്ലേ? ഇതിന്റെയൊക്കെ ഞാനത് കേട്ട് ഞാൻ സഹിയിട്ട് ഞാൻ മടുത്തു. ഇനിയിപ്പോ ഇതിന്റെ പുറകെ ഒരു കേസും ഒക്കെ ആയിട്ട് അതിന്റെ പുറകെ പിന്നെയും ആവശ്യമില്ലാത്ത ദർശനം കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതില്ലാത്തോണ്ട് ഞാൻ പോകുന്നത്. വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ സുബോധമില്ലാത്ത എന്ന് വെച്ചാൽ ജ്ഞാനായക്കാരാണ് ഏറ്റവും വലിയ ഈ പ്രശ്നക്കാര് എന്ന് പറഞ്ഞാൽ അവരാണ് ഇതെല്ലാം എടുത്തിട്ട് അലക്കവും ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വെളിയിലൊക്കെ പോയി കഴിയുമ്പോഴേ 10 കാശുമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന് മുമ്പ് നാട്ടിൽ കൂടെ പട്ടിണിയും പരിവട്ടമൊക്കെ നടന്നപ്പോ ഇവരൊന്നും യാതൊരു പ്രശ്നമില്ല. വെളിയിൽ പോയി 10 കാശൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ശരിയായ വസ്തു വെച്ചാ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിലുള്ള ആൾക്കാരെല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് ആവും. തിന്നിട്ടുള്ള കുത്തല്. അത് തന്നെ ഞാനും പറയുന്നത്. എന്തായാലും മൊത്തത്തില് നമ്മളെ ക്ലാനായക്കാർക്കെല്ലാം മൊത്തത്തിൽ ഒരു നടക്കേടായി. അത് പിന്നെ നമ്മുടെ ആൾക്കാർ തന്നെ
ഇതിങ്ങനെ വന്നോടുകൂടി ഞാന് എനിക്ക് പരിചയമില്ലാത്ത അറിയില്ലാത്ത രാജ്യങ്ങളുടെ പേരുകളൊക്കെ പിടിച്ചു. കാരണം അവിടെ ഇവിടെ എല്ലാം ഇത് പരന്നിട്ടുണ്ട്. എല്ലാ രാജ്യത്തും എത്തി. ആ സംഭവം മറ്റേ വെട്ടി പോകുന്ന പോലെ അല്ലേ പോകുന്നത്, വാണം പോകുന്ന പോലെ. എന്ത് ജെയിംസ് എന്താ പറയാ, പറഞ്ഞ കാര്യമില്ല. ഉപ്പ് തിന്നണം, വെള്ളം കുടിക്കണം. നമ്മളിപ്പോ എന്നാ ചെയ്യാൻ? വെള്ളം കുടിക്കണം. പിന്നെ എന്നാ വേണ്ട. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, 2 ദിവസമായിട്ട് ഇങ്ങനെ നാട്ടിൽ ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നേ. അപ്പൊ ഞാൻ പിന്നെ ഇവിടെ അവരോട് ഇവരോട് ചോദിക്കണ്ടല്ലോ, അച്ഛനോടായിട്ട് നേരിട്ടങ്ങ് ചോദിച്ചേക്കാലോ എന്ന് ചോദിച്ച് വിളിച്ചതാ. നമുക്ക് പിന്നെ അങ്ങനത്തെ നോട്ടമൊന്നും ഇല്ലല്ലോ, അച്ഛനറിയത്തില്ലേ. ഞാൻ പറഞ്ഞു ഇതിപ്പോ ഒരുവിധമുള്ളവരെല്ലാം ഇതങ്ങ് വിശ്വസിക്കും. പിന്നെ അതേക്കുറിച്ചുള്ള ചോദിച്ചാലേ എനിക്ക് കൃത്യം പറയാൻ പറ്റും. അതെ. അപ്പം ഇതിനകത്ത് ഒരു വസ്തുത ഇല്ലാത്ത കാര്യമാണെങ്കിൽ അച്ഛാ കേസ് കൊടുക്കണം അച്ഛാ. അതാ ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ മറ്റുള്ളവർ പിന്നെ എന്റെ സമയം മുഴുവൻ അതിനുവേണ്ടി കളയണ്ടേ? മുഴുവനും കളയണ്ടെന്നേ, കുറച്ച് സമയം അതിനു വേണ്ടി കളയണമെന്നേ. ഏതായാലും ഇപ്പൊ നമ്മള് അല്ലാതെ കാണിക്കട്ടെ. അത് വിട്ടുവല്ലേ? ഞാനത് വിട്ടു കളഞ്ഞു. അതങ്ങോട്ട് ഒഴിവാക്ക്, ആ സാധനം അങ്ങോട്ട് പോട്ടെ. നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കണം. ഞാനത് ഇതേക്കുറിച്ച് ഞാനിപ്പോ ബോധയുടെ അല്ല, ഞാനത് ചിന്തിക്കുന്നുമില്ല. അങ്ങനെ പോട്ടെ. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമ്മൾ പറഞ്ഞ വല്ലവരും വല്ലതും പറഞ്ഞു നമ്മൾ കരഞ്ഞുണ്ടാകണം എല്ലാ കാര്യം. എന്താന്ന് പറഞ്ഞാലും പക്ഷെ ആൾക്കാർ അങ്ങനെയല്ലെന്നേ, ശകലം തീയില്ലാതെ വെച്ച് പുകയോ എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ചിന്ത അതിപ്പോ നമ്മുടെ ആൾക്കാരിൽ അങ്ങനെ പറയുന്നു. ഇപ്പൊ ട്രിക്ക് അങ്ങനെ കണ്ട ഒരു എന്തായാലും ഇപ്പൊ AI ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ ഒരു മെച്ചായി. അതെ അല്ല ഞാൻ പറയാ അതിപ്പോ എത്ര പേർക്ക് അറിയാവുന്ന. അതെ ഇപ്പൊ ആൾക്കാർ എന്നാന്ന് അറിയത്തില്ല. എനിവേ എന്തായാലും അച്ഛനിപ്പോ തോട്ടത്തിലാണോ ഉള്ളേ? തോട്ടത്തില. അതെ അല്ലേ, ഓക്കെ. ഭക്ഷണം കഴിച്ചു കിടക്കാൻ പോവാ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഓ പെരും മഴ, ഇന്ന് ഫുള്ള് മഴയായിരുന്നു. എന്നാ പിന്നെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് പാതിരിയുടെ ശബ്ദം തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. സംശയമുണ്ടെങ്കിൽ സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്തു നിന്നും സകല വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നതാണ്. ഈ ഒന്നുമല്ല, അതിലും ചൂടൻ വേറെ ഉണ്ട്. ഇത് പാതിരി തന്നെ സംസാരിക്കുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർഷൻ നമുക്ക് കിട്ടണം. അതിനായി ഞാൻ പാതിരിയുടെ ഒരു അഭ്യുതകാംക്ഷയും ഒരു സൈബർ വിദഗ്ധനും എന്ന രീതിയിൽ പാതിരിയെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യുതകാംക്ഷി എന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അതിൽ നിന്ന് തന്നെ ഇതൊരു AI ക്രിയേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പ്രിവിലേജാണ് വിവരങ്ങൾ ശേഖരിക്കുവാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുക എന്നത്. ഇതിനെതിരെ പാതിരി മുളന്തുരുത്തി പോലീസിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിരുന്നു എന്ന കാര്യം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കട്ടെ. അവരോടും ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പങ്കുവച്ചു. പോലീസിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചാൽ ഞാൻ പേടിച്ച് വാർത്ത കൊടുക്കില്ല എന്നൊരു പക്ഷേ പാതിരി കരുതിയിരിക്കണം. ഇനി ഞാൻ പാതിരിയുമായി സംസാരിച്ചത് കേൾക്കുക. ITV ന്യൂസ് ഈ വാർത്ത കൊടുക്കില്ലായിരുന്നു. ആ പാതിരിക്ക് പക്ഷേ ഒരു പശ്ചാത്താപമോ ഒരു വിഷമമോ ഒന്നും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വോയിസ് പുറത്തുവിടുന്നത്. ഹലോ ഫാദർ ചക്കാലക്കൽ. അതെ, നമ്മുടെ ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ആ മെസ്സേജ് കണ്ടോണ്ടൊന്ന് വിളിക്കുകയായിരുന്നു. അത് ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് മാത്യു എന്നാ. മാത്യു എവിടെയാ? ഞാൻ ചങ്ങനാശ്ശേരിയാ, ചെത്തിപ്പുഴ. ഗ്രൂപ്പില് ഉള്ള കുറെ പേര് ഇതേപോലെ അച്ഛനെതിരെ വന്നു. ഇങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ടെ എന്താന്ന് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചാ. അയ്യോ, അത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു. ഞാൻ നിങ്ങൾ വിളിച്ച സമയത്ത് ഞാനൊരു രോഗിലേവനം കൊടുത്തോണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ. അവര് പറയുന്നത് മറ്റേ ലേഡിയുടെ കയ്യിൽ നിന്ന് വോയിസ് അവര് കോപ്പി ചെയ്ത് മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊടുത്തതാണ് അവരുടെ വീട്ടിലുള്ള പിള്ളേരെന്നൊക്കെയാ പറയുന്നത്. നിങ്ങള് ചങ്ങനാശ്ശേരി ജോലിയാണോ? അതെ. പിന്നെ കാരണം ഇതിപ്പോ എന്നാ വെച്ചാൽ സൈബർ സെല്ല് നമ്മള് AI എന്ന് പറഞ്ഞ പരിപാടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ ഒരാളുടെ. സൈബറുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാ.
എന്നിട്ട് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അതങ്ങനെ പറയുന്ന അബദ്ധവും. കാരണം വെച്ചാൽ സൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരുടെയും ഫോൺ എടുക്കും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പരിശോധിക്കും. അത് FSL വിട്ട് അത് ഫോറൻസിക്കിൽ വിട്ട് 2 ഫോണും കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക്കിൽ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോൾ അതുപോലെ തന്നെ ഇപ്പം അച്ഛൻ്റെ ഫോണിൽ നിന്ന് നമ്പറിൽ നിന്ന് ഉള്ള കോൾ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും കോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവർക്ക് കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. എത്ര ഡ്യൂറേഷൻ സംസാരിച്ചെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. ഫ്രീക്വൻലി വിളിച്ചേക്കുന്ന എല്ലാ കോളുകളും അവർക്ക് എടുക്കാൻ പറ്റും. അന്നേരം അങ്ങനെ ആന്ന് നമ്മൾ പറഞ്ഞ് ഇത് വെച്ചാൽ നമുക്ക് പണി കിട്ടും. അതെ, ഇത് നമുക്കിപ്പോ ഒരാളുടെ ഫോൺ അങ്ങനെ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഹാക്കല്ല, ഇപ്പോൾ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സഭയിലുള്ള ആരെങ്കിലും അല്ലെ XOR അല്ലെ ഇപ്പൊ അച്ഛൻ തന്നെ കൊണ്ടൊരു കേസ് കൊടുക്കുക, എന്നെ ഇതുപോലെ അപമാനിക്കുന്നു, ഇത് ആർട്ടിഫിഷ്യലാണ്, ഇത് AI ആണെന്ന് എന്നെ അപമാനിക്കുന്നു പറഞ്ഞ് പരാതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി ആരിട്ടാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പേരുടെയും ഫോൺ കസ്റ്റഡിയിലെടുക്കും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഫോൺ ഇൻ കേസ് നമ്മൾ ഫോൺ മാറ്റിയാൽ പോലും നമുക്ക് എടുക്കാം. അച്ഛൻ്റെ നമ്പർ ഉണ്ടല്ലോ, അച്ഛൻ്റെ നമ്പറുണ്ട്, സർവീസ് പ്രൊവൈഡർ ഉണ്ട്. സർവീസ് പ്രൊവൈഡർക്ക് സൈബറിൽ നിന്ന് മെസ്സേജ് കൊടുക്കുകയാണ്, ഇന്നാരുടെ ഫോണിൽ നിന്ന് ഇന്ന നമ്പറിലേക്കുള്ള കഴിഞ്ഞ ഇത്ര വർഷത്തിനുള്ളിൽ എടുക്കുന്ന കോളുകളെല്ലാം എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് ആ കോൾ അടക്കം കിട്ടും. അവിടെ പൊളിയും. അന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാദി പ്രതിയാകുന്ന സ്ഥിതിയിലേക്ക് വരും. അന്നേരം അതുകൊണ്ട് AI എന്നൊക്കെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പരാതി വല്ലതും കൊടുത്തോ? അച്ഛനായിട്ട് പരാതി കൊടുത്തോ? ഇല്ല, ഞാനായിട്ട് വിവരം പരാതി ഒന്നും കൊടുത്തില്ല. അരമനയില് വിവരം പറഞ്ഞു, ഞാനല്ല, ആൾക്കാർ പരാതി പറഞ്ഞു. ഞാൻ തന്നെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ നിന്ന് തൽക്കാലം മാറിയെന്നോളാണ്. ഇപ്പൊ ഞാൻ എന്റെ സാങ്കേതിക സ്ഥാനമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അന്നേരം ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും സംഭവിക്കാവുന്നത്. സംഭവിച്ചത് നമ്മുടെ പേഴ്സണലി സംസാരിച്ചത് ആരും സംസാരിക്കാം. 2 പേരും സമ്മതത്തോടെ സംസാരിക്കുന്നതിനകത്തൊന്നും വേറെ ആർക്കും കേസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല. അൺലെസ് ഫ്രണ്ടിൽ അവര് ആ സ്ത്രീ പരാതിക്കാരിയായിട്ട് വന്നില്ലെങ്കിൽ. അന്നേരം ആ സാഹചര്യത്തില് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയെന്നുള്ള ആളുകൾ തന്നെ ഗ്രൂപ്പുകളിലായി ഇതെല്ലാം എടുത്തിട്ട് അതെ സഭയെന്നുള്ള ആളുകളാണ് ഇത്. എന്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടാണ് ഇതിലെല്ലാം ഇങ്ങനെ. അതിപ്പോ ഇത് വന്ന പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അറിയാത്ത പല രാജ്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആ രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കുണ്ട്. അല്ല, ഇത് ലോകമെമ്പാട് എനിക്ക് തോന്നുന്നു ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞത്. നമ്മുടെ ഫോട്ടോയും നമ്മൾ ഏതോ ടൂർ പോകുന്ന മറ്റേ പള്ളിക്കാരുമായിട്ട് പോകുന്ന ടൂർ പോകുന്ന ആ വീഡിയോയും ഒക്കെ എടുത്തിട്ടാണ്. വീഡിയോയൊക്കെ ഏതാണ്. അന്നേരം സഭയുടെ ഒരു നിലപാട് എങ്ങനെയാ ഈ വിഷയത്തില്? ഞാൻ ബേസിക്കലി ഞാനിപ്പോ ഇതിന് പുറത്തു പോയ ആളാ. ഞാൻ വേറെ ഒരു സത്യം പറഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് പുറത്തു പോയി. ഞാനിപ്പം വേറൊരു ഓർത്തഡോക്സിൽ നിന്നാ വിവാഹം കഴിച്ചേ. അന്നേരം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ല. പക്ഷെ എങ്കിലും ഈ വിവരങ്ങള് ഞാനും ഗ്രൂപ്പിലുണ്ട്. ഈ വിവരങ്ങളെല്ലാം പിന്നെയും നമുക്ക് വേണ്ടപ്പെട്ട ആയതുകൊണ്ടേ, അച്ഛനായതുകൊണ്ട് ഞാൻ അന്നേരം ഒന്ന് ഇപ്പം ഇവന്മാർ അച്ഛനുമായിട്ട് സംസാരിച്ച വോയിസ് ഒക്കെ എടുത്തിങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടു, വേറെ ഏതോ ഒരാളെ. അന്നേരം ഒരു താല്പര്യമുള്ളതുകൊണ്ടും നമ്മുടെ ഒരാളായതുകൊണ്ടും ഞാൻ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊന്ന് ഇതാക്കി ഒന്ന് എന്താ പറയുന്നത്, ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഗ്രൂപ്പുകൾക്കകത്തേ ഇത് പോകുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ നമ്മുടെ ആളുകൾ തന്നെയാ. എന്താ നമ്മുടെ ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നില്. അതെ എനിക്കറിയാം. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ? അവരെ കൊണ്ട് വല്ലൊരു പരാതി കൊടുപ്പിക്കാൻ പറ്റുമോ ആ സ്ത്രീയെ കൊണ്ട്? കാരണം അവരുടെ വോയിസ് കൂടെ വെളിമാര് വിട്ടല്ലോ. അല്ല, പരാതി കൊടുത്തിട്ടുള്ള കാര്യം പരാതിക്ക് പോയാൽ കൂടുതൽ ഏണിയാവത്. കാരണം അവരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ സംസാരിച്ച എന്നൊന്നും അവർക്ക് സംസാരിച്ച അല്ലെന്നും പറയാൻ പറ്റത്തില്ല. സംസാരിച്ച അല്ലെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കും, കോൾ ഹിസ്റ്ററി പരിശോധിക്കും. അത് ഇരട്ടി പണി വരും. അതിനെ അങ്ങ് എന്താ പറയുക, ഇഗ്നർ ചെയ്ത് വിടാനേ പറ്റത്തുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴേ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അങ്ങ് ഇഗ്നർ ചെയ്ത് വിടുന്ന, നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന നല്ലത്. പ്രതികരിക്കുമ്പോഴാണല്ലോ മറ്റ് ഇഷ്യൂസ് വരുന്നത്. സഭയിലെ ബിഷപ്പുമാരുടെ കാര്യം പറയുക, എനിക്കിതുപോലെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതാണ്
എന്ന് പറഞ്ഞ് അവിടെ ഇതാക്കുക. അവിടുന്ന് ഏതായാലും പിന്നെ അവരാരും പറയത്തില്ലോ. ബാക്കി പുറത്തുള്ള സാധനങ്ങളിൽ നമ്മൾ പ്രതികരണം പ്രതികരിക്കാതിരിക്കുക. പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പൂട്ടാന്ന് ഓർത്തോണം. വന്നാലേ പരാതി ഇല്ലാത്തടത്തോളം കാലം, ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരാതി ഇല്ലാത്തിടത്തോളം കാലം അതിനകത്ത് വേറെ ആർക്കും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫോണ് ഇത് പക്ഷെ ഇത് പുറത്തു പോയത്, പക്ഷെ അവര് മനഃപൂർവ്വം അച്ഛനിട്ട് പണി തരാൻ സാധ്യതയുണ്ടോ? ആ ലേഡി, ആ സ്ത്രീ ഇപ്പൊ ഉള്ളതായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവര് ബൈ മിസ്റ്റേക്ക് അവരുടെ കയ്യിൽ നിന്ന് പോയതാണോ അതോ എനിക്ക് തോന്നിട്ട് അവര് മറ്റേ എനിക്കറിയില്ല ട്രാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണേലേ, അല്ലെങ്കിൽ ഇതേപോലെ എടുത്ത് സ്വന്തം ഫോണിൽ കിടക്കുന്ന സാധനം നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഒരു കാരണവശാലും പുറത്ത് പോകാൻ പാടില്ല, പോകത്തില്ല. അന്നേരം അവരൊന്നെങ്കിൽ മറ്റേ അച്ഛനെ ഭീഷണിപ്പെടുത്തുകയൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ സ്ത്രീ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ നമ്മളെ ട്രാപ്പ് ചെയ്യാനോ കുറിക്കാനോ ഒന്നുള്ള ശ്രമമല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. എനിക്കെന്നാ അവരുടെ ഫോൺ അല്ലെങ്കിൽ ചിലപ്പോ വേണേ അങ്ങനെ ആയിരിക്കാം. എനിക്കറിയാൻ പാടില്ല എങ്ങനെയാന്ന്. പലരും ഇപ്പൊ നമ്മുടെ ഫോണിൽ ഇപ്പൊ എന്റെ ഫോൺ വേറെ ആരും എടുക്കുന്നില്ല. ഇപ്പൊ ഒരു വീടൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോ അവരുടെ ഫോൺ വേറെ ആരെങ്കിലും അതിനകത്തുനിന്ന് വരുന്നവരോ ആരെങ്കിലും ഒക്കെ എടുക്കാനുള്ള സാധ്യതയും കാണുമായിരിക്കും. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുള്ള ആരോ ഇവരുടെ ഫോണില് മറ്റേ ഈ കോൾ റെക്കോർഡിംഗ് ആപ്പ് ഇട്ടു. കോൾ റെക്കോർഡിംഗ് ആപ്പ് ഇടുമ്പോൾ അറിയാമല്ലോ, എല്ലാ കോളും റെക്കോർഡാവും. അങ്ങനെ വിളിച്ച ഹിസ്റ്ററി നോക്കി ഇത് പൊക്കിയെടുത്ത് വിട്ടതാവണം. പക്ഷെ അവർക്കറിയാമല്ലോ അവരുടെ വീട്ടിലുള്ളത് അല്ലെ അവരുടെ ഫോൺ എടുക്കുന്നു, ആരായി പണി ചെയ്തെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് നമുക്കറിഞ്ഞാൽ അത്തരത്തിലൊരു വാണിംഗ് ഒക്കെ ചെയ്ത് വിടാൻ പറ്റും. അവരും ആകെ ഇതായിരിക്കും അല്ലേ ഇപ്പൊ. സന്തോഷം. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ 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 ബൈ. എന്തായാലും പാതിരിയെ ഇന്ന് തോട്ടറപ്പള്ളിയിൽ നിന്നും സഭ പിൻവലിച്ചു. പകരം ഒക്ടോബർ 25 മുതൽ പുതിയ വികാരിയായി ജുബിനെ നിയമിച്ച് ഓർഡർ ഇറക്കി. സഭ ഇപ്രകാരം നടപടിയെടുക്കുവാൻ കാരണം വംശശുദ്ധിയില്ലാത്തടത്ത് കൂദാശം നടത്താൻ പോയി എന്ന ഒറ്റ കാര്യത്താലാണ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അല്ലാതെ വ്യഭിചാരം ചെയ്തു എന്നതുകൊണ്ടല്ല. എനിക്ക് വംശശുദ്ധിക്കാരന്മാരായ പാതിരിപ്പാമ്പുകളോട് ചോദിക്കുവാനുള്ളത്, നീയൊക്കെ പാവാട പൊക്കാൻ പോകുമ്പോഴും ചെറ്റ പൊക്കാൻ പോകുമ്പോഴും വംശശുദ്ധി നോക്കുമോ എന്നാണ്. വംശശുദ്ധിയുള്ള സംഭവങ്ങൾക്ക് വല്ല കിരീടമുണ്ടോ എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ 64-കാരനായ പാതിരിക്ക് അരമണിക്കൂറിനുള്ളിൽ 4 കൂദാശ നടത്തുവാൻ സാധിക്കുന്നെങ്കിൽ നീയൊക്കെ കഴിക്കുന്നത് എന്താണെന്നും കുഞ്ഞാടുകൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. പനമ്പട്ട വല്ലതുമാണോ? വംശശുദ്ധിക്കാരന്മായ പാതിരികൾ നിക്കറിനകത്തെപ്പോഴും ഉണക്ക അത്തിപ്പഴവും അണ്ടിപ്പരിപ്പും കൊണ്ടു നടക്കും എന്നാണ് വിവരം. സഡൻ പിക്കപ്പിനായി എപ്പോഴാണ് കൂദാശ വേണ്ടി വരുന്നത് എന്ന് പറയുവാൻ പറ്റില്ലല്ലോ. ഇതുകൊണ്ടാണ് ITV ന്യൂസ് പറയുന്നത്, ഈ നൈറ്റി ഇട്ട് ആട്ടിയാട്ടി നടക്കുന്ന മോന്മാരെ വീട്ടിനുള്ളിൽ കയറ്റരുത് എന്ന്. യവന്മാർക്ക് 6 60 അമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ നോട്ടമില്ലെന്ന്. നമ്മൾ പ്ലംബർമാരെയും മേസ്ത്രിമാരെയും കിളയ്ക്കാൻ വരുന്നവരെയും ഒക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അതുപോലെ ഇതൊരു തൊഴിലാണ്. ഈ കൂദാശപ്പണിക്കാരന്മാരെയും അപ്രകാരം ഡീൽ ചെയ്യണം. ഈ അളിഞ്ഞ നൈറ്റിക്കുള്ളിൽ ഒരു ദൈവികത്വവുമില്ല, ഉള്ളത് അവിഞ്ഞ കാറ്റുകയറാത്ത തുമ്പിക്കൈ മാത്രമാണ് എന്ന് ദയവായി മുണ്ണക്കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ഈ മാപ്പിളമാർക്കൊക്കെ എന്നും ബോധം വരും എൻ്റെ കർത്താവേ. ഈ മോന്മാർക്ക് തലയിൽ അല്പം വെളിച്ചം കയറുവാൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമുക്ക് ഒരു കൗമ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ നൈറ്റിയും ഇട്ട് നടക്കുന്ന ഭവനവേദനവും കള്ളവടിയുമായി നടക്കുന്ന ഈ പൂച്ചാണ്ടി സാത്തന്മാർക്ക് നീയുമായി എന്ത് ബന്ധമാണ് കർത്താവേ ഉള്ളത്? അണ്ടിപ്പരിപ്പും വൈനുമടിച്ച് രേതസ്സും വർദ്ധിപ്പിച്ച് എവിടെ കൊണ്ട് കൂദാശിക്കണം എന്നും പറഞ്ഞ് നടക്കുന്ന ഈ മോന്മാരെ കർത്താവേ നീ കാണുന്നില്ലേ? ഇവന്മാരുടെ തുമ്പിക്കൈയുടെ സ്ഥാനത്ത് നിനക്ക് എന്തുകൊണ്ട് കർത്താവേ ഒരു വാല് ഫിറ്റ് ചെയ്ത് കൊടുക്കുവാൻ സാധിച്ചില്ല? പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.